നല്ല പുളിയൻ മാങ്ങയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പണിയൊക്കെ കഴിഞ്ഞൊന്നും ഇരുന്നതാണ്, അപ്പോഴേക്കും അടുത്ത സാധനം കൊണ്ട് പോകുന്നുണ്ട്. ഇതെന്നാണത് മാങ്ങയെന്ന് തോന്നുന്നു. ഇനി ഇതിപ്പോ എന്തെങ്കിലും ആവുന്നത് വരെ തുടങ്ങും. ഇതാവണമെങ്കിൽ എൻ്റെ കൈ തന്നെ ചെല്ലണം. ഞാൻ ഫോണിൽ നിന്ന് എണീക്കൂല. ഇത്ര നേരമായിട്ട് ആ സാധനം കൊണ്ടുവന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി എൻ്റെ കൈ തന്നെ ചെല്ലണം, എന്നാലേ അതിപ്പോൾ പോകും ശരിയാകും. വെറുതെ ഇട്ട് ചാടിയത് ഞാൻ തന്നെ ചെയ്യണം ഇതെല്ലാം. ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് എത്താണ്ട് ഈ സൗണ്ട് കുറയൂല, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ഒക്കെ മൂടിയൊക്കെ പോവും. ഇനിയിപ്പം എങ്ങനെയാണ് കയറുക? എന്തായാലും വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാം, അപ്പം വലിയ പ്രശ്നം ഉണ്ടാവില്ല. നൈസായിട്ടൊന്നും അങ്ങോട്ട് കയറാം, അല്ലെങ്കിൽ പിന്നെ ഒന്നും സൗകര്യം ഉണ്ടാവില്ല. ഹായ്, അപ്പം എന്തായാലും ഫോൺ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒന്ന് തണുക്കാതിരിക്കില്ല. അപ്പം എന്തായാലും അങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്യാം. ആ മാങ്ങ അച്ചാറിടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. പിന്നില്ലേ ഇതങ്ങടെ വീഡിയോയിൽ അങ്ങോട്ട് കാണിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ? നമുക്ക് ഈ മാങ്ങ എന്തായാലും വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്യാം, അച്ചാറ് അല്ലേ? അപ്പൊ ഹാപ്പി ആയില്ലേ? അപ്പൊ റെഡിയാണ്. അപ്പൊ എന്തായാലും ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? മാങ്ങ അച്ചാർ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും മാങ്ങ അച്ചാർ കാണാം. നല്ല അടിപൊളി മാങ്ങയായിട്ടാ. ഇന്ന് രാവിലെ നമ്മളെ സുമേച്ചിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണല്ലേ നമുക്ക് അല്ലേ? അപ്പം നമ്മൾ ഫ്രഷായിട്ട് തന്നെ അങ്ങോട്ട് അച്ചാറിടാനുള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും നമ്മൾ മാങ്ങച്ചാറൊക്കെ ഒന്ന് കാണാം. അമ്മേൻ്റെ മാങ്ങച്ചാർ ഭയങ്കര സ്പെഷ്യലായിട്ടാ. അപ്പോൾ പണ്ടൊക്കെ ഭയങ്കര അച്ചാറിൻ്റെയൊക്കെ മെയിൻ ആൾക്കാരൊക്കെയാണ്. ഞാൻ ഇതിലൊന്നും നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ അച്ചാർ റെഡി ആവണം. എന്തായാലും ഒന്ന് മുറിച്ചെടുക്കൽ കുറച്ച് പണിയാണ്. എന്തായാലും ഞങ്ങൾ കഷ്ണമൊക്കെ കഴിച്ച് മുറിച്ചൊക്കെ എടുത്തിട്ട് കാണാം. പഴുത്തിട്ടുണ്ട്. പഴുത്താന്ന് വെച്ചിട്ട് എടുത്ത് കടിച്ചതാ. നല്ല പുളി. ഇത് വാടിയതും നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോ തുടങ്ങുന്നതാണ് കാക്കൊക്കെ ഒരു കരച്ചില് അല്ലേ? ഇപ്പം നിങ്ങളുണ്ട് നിങ്ങള് സൗണ്ട് വരുന്നതിന് കുഴപ്പമില്ലല്ലോ നിങ്ങളാ? നിങ്ങളുണ്ട് ഇല്ല അങ്ങനെ പറയരുത്. എല്ലാരും ഉണ്ട്. ഇത്ര കഷ്ടം കഴിച്ചെടുക്കല് പണിയാ. എന്തെങ്കിലാവട്ടെ, അച്ചാറ് കിട്ടുമ്പോ ഒരു രസം. അച്ചാറിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് ഇവിടെ. അമ്മപ്പ വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ട്, ഇത്രേ വേണ്ടു. അച്ചാറ് പൊടി ഉണ്ട്, പിന്നെ മുളക് പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. കറിവേപ്പില നമ്മളെ സ്വന്തം കറിവേപ്പില. എന്ത് പോയാ ഉപ്പ് ഇവിടെ ഉപ്പുംപാട്ട? എടാ ഉപ്പുംപാട്ട എങ്ങനെ എത്തിയ ഇവിടെ? കുറച്ചുകൂടി അച്ഛേ എന്ത് മുക്കിട്ട് അടിക്ക്. മുക്ക് മുക്കി എന്താ മാങ്ങ പീസ് എടുത്താ? ഇത് വരുമ്പോ 10,000 ആള് വരും പറഞ്ഞോ. എന്താണ് എലി വരും എന്തോ വരും പറഞ്ഞ പോലെ. മാങ്ങ പിടിച്ചപ്പോഴേക്കും നീ എവിടെ നിന്ന് എത്തിയത്? നോക്കട്ടെ നോക്കട്ടെ, മന്ന ബുദ്ധിയായി പോട്ടാ. ഉപ്പ് അധികം ഇട്ടാല് എന്റെ അമ്മ നല്ല പുളിയുള്ള മാങ്ങയാണ്. നോക്കട്ടെ വരണം, നോക്കട്ടെ നോക്കട്ടെ മുക്കട്ടെ. നല്ല പുളിയ മാങ്ങയാട്ടാ. മുളകും വെളിച്ചെണ്ണ മുക്കി മുക്കി അടിക്കണം. സൈഡിൽ ഉപ്പൊക്കെ വെച്ചിട്ടാണ് മുറിക്കലും നടക്കും തീറ്റയും നടക്കും.
അതിൻ്റെ ഇടയിൽ കൂടി നന്ദുവിന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാട്ടാ. നന്ദു ചോറിന് വന്നിട്ടുണ്ട്, ചോറ് കൊടുക്കട്ടെ. ഇന്നത്തെ കറി ചെമ്മീക്കറി, സ്ഥിരം പരിപാടി തന്നെ. നമ്മുടെ ചെമ്മീക്കറി ഒരു ഞണ്ടും ഇന്ന് ആകെ അതാ ഉണ്ടായിട്ടാ. ചെമ്മീൻ്റെ കൂടെ ഇന്ന് മാങ്ങ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെ ചെമ്മീക്കറി കാണിക്കാമെന്ന് വിചാരിച്ചേട്ടാ. മാങ്ങ അതാ കിടക്കുന്നു. ഒരു ഞണ്ടും ഉണ്ടായിരുന്നു. കളറെന്താ വേറെ വേറെ വരുന്നു, പല കളർ വരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഞണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെള്ളച്ചെമ്മീനുണ്ട്, അതെൻ്റെ മോന് കൊടുക്കാം. മാങ്ങിയിട്ടുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ കറിക്ക്. അപ്പം അതിങ്ങനെ ഒഴിച്ച് പിന്നെ നമ്മളെ വറവുണ്ട്, അതും ചെമ്മീനും പയറും തോരൻ കേട്ടോ. എല്ലാത്തിലും ചെമ്മീൻ വിട്ടൊരു കളി നമുക്കില്ല. അപ്പം അതും എന്തപ്പം ചോറ് കൊടുക്കട്ടെ. കറിയിലെ മാങ്ങ തന്നെ ഭയങ്കര ടേസ്റ്റാട്ടാ. അടിപൊളി. ഒന്നാമത്തെ ചോറ് അപ്പം അരിഞ്ഞ് കംപ്ലീറ്റ് ആയി. എല്ലാം അരിഞ്ഞൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും പെരക്കണം. ഇപ്പം ഉപ്പും മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഉപ്പും പെരക്കിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെക്കണം അല്ലേ. തിരിഞ്ഞ് ഞങ്ങൾ യോജിപ്പിക്കണം. എന്നിട്ട് അവിടെ ഇരിക്കട്ടെ, ചോറ് തിന്നാൻ സമയം. അപ്പം ഇനി ചോറുണ്ണേണ്ട സമയം, മാമുണ്ണേണ്ട സമയം. ചോറിട്ടിട്ട് വിശപ്പായി നല്ല ചോറിട്ടിട്ട് ബാക്കി പരിപാടി. ഇതിനെ കൊണ്ടുവന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ആ നേരം കൊണ്ട് വെളുത്തുള്ളി ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിട്ടാ. വെളുത്തുള്ളി ബ്ലേഡ് ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളെ വെളുത്തുള്ളിയൊക്കെ പറക്കി ഇങ്ങനെ കുപ്പിയിലിട്ട് ഇടാം. ഇങ്ങനെ കുപ്പിയിലിടണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ ബ്ലേഡും കൂടി ഇങ്ങനെ ഇടാം. നടക്കുമോയെന്നറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മളെ മൂടിയിട്ട് ഇതാ ഇപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബ്ലേഡും വെളുത്തുള്ളിയാട്ടാ. ഇനി നല്ലോണം കുടിക്കാം. പണിപാളി. വർക്കായോ എന്ന് ചോദിച്ചാൽ ഭയങ്കര കോമഡി ആട്ടോ. 2 പീസായിട്ടുണ്ട് എന്ന് മാത്രം. തോല് വലുതായിട്ട് പോയിട്ടൊന്നുമില്ല. തോല് കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ സംഭവം 2 പീസ് ആയിട്ടുണ്ട്. എന്താ മുറിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. ചോറ് കൊടുക്കുന്നത് കോലായിക്ക്, ചോറ് തിന്നാൻ വേണ്ടി കോലായിക്ക് വന്നിരുന്നതാ. നമ്മളിപ്പോഴും ഇങ്ങനത്തെ കറി കോപ്പയൊക്കെ ഉണ്ടാ അല്ലേ. നമ്മളെ കോപ്പക്കൊന്നും വ്യത്യാസമില്ല. എൻ്റെ വീട്ടിൽ പരന്നതാണ്, അച്ഛനൊക്കെ പരന്നതേ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനത്തതാണ്. കറിയെല്ലാം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ലേശം വറവും ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കൂട്ടി കുഴച്ച് ഒരു ഉരുള അങ്ങാട് കഴിച്ചാലുണ്ടല്ലോ മോനേതാ. എങ്ങനെ ഇരിക്കണം ഇതാ. അപ്പോൾ ഈ ഒരു ഉരുള ഞാൻ കഴിക്കുകയാണ്. എന്നിട്ട് വേണം മാങ്ങച്ചാറിനോട്ട് കയറാൻ വേണ്ടിയിട്ട്. മാങ്ങ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെ ഉപ്പിലിട്ടൊരു മാങ്ങ കൂടി ഉണ്ടെങ്കിൽ ഒറ്റൊരു കടി മതി. സൂപ്പർ. അപ്പം ചോറിട്ടെല്ലാം കഴിഞ്ഞിട്ട് അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനിയിപ്പോൾ നാളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. പാട് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് അല്ലേ. പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ മസാലയൊക്കെ ആക്കാൻ പോകുന്നു അല്ലേ. സ്റ്റീം എടുക്കാം. വേപ്പില എടുത്തിട്ടില്ല അല്ലേ. വേപ്പില നമ്മളിവിടെ വേപ്പില ഉണ്ട് കേട്ടോ. നമ്മളെ ഫ്രഷ് വേപ്പില, നമ്മളെ സ്വന്തം വേപ്പില. കടുമാങ്ങയാക്കണമെങ്കിൽ പിന്നെ കടുവൊക്കെ തരക്കി, ഉള്ളിവേയും കടുവൊക്കെ തരക്കി കടുമാങ്ങയാക്കും. അത് ഇതിലും ചെറുങ്ങനെ, അത് മറ്റേ ചെറിയ മാങ്ങയല്ലേ, കണ്ണിമാങ്ങയല്ലേ അല്ല, ഇതിനെ ചെറുങ്ങനെ അരി എന്നിട്ട് പച്ചരക്കി ഉള്ളിവയും ഇതൊക്കെ ചേർത്ത്. അത് കടുമാങ്ങ. ഇത് സാധാരണ മാങ്ങ അതിൽ വെക്കാനൊപ്പം വെളുത്തുള്ളി. ഉള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. വെളുത്തുള്ളിയിൽ ഉപ്പിടുന്നുണ്ട് കേട്ടോ. ലേശം ഒന്ന് വാടാൻ സ്റ്റീം കൂട്ടി വെക്കാം.
തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ പച്ചമുളക് മുളക് പൊടി കേട്ടാ. മുളക് പൊടി കുറച്ചിടാം, അച്ചാർ പൊടി ഉണ്ടല്ലോ. മഞ്ഞപ്പൊടി, വെളുത്തുള്ളി വാടി വന്നപ്പോൾ ഇഞ്ചി ഇട്ടു. ഇടാനായാ മാങ്ങിട്ടേക്കാം. പൊടി ഇട്ടിട്ടായി കടിയ പൊടി, പൊടി മഞ്ഞപ്പൊടി ഇട്ടില്ലേ വെളിച്ചെണ്ണയിൽ. എന്നിട്ട് നമ്മളെ മാങ്ങ മറ്റേ ചവക്കത്തെണ്ണ കൂടി അത് മൂക്കട്ടല്ലേ. നല്ലോണം മുട്ടതിന് ശേഷം മാങ്ങിടാം. മാങ്ങൊന്നും ഉപ്പും നല്ല മഞ്ഞപ്പൊടിയൊക്കെ പിടിച്ച് നല്ല കളറായിട്ട് അതില്ലേ ചവക്കത്തില്ല. അതില്ല മാങ്ങ കട്ടിയിട്ടുണ്ട്. കറക്റ്റ് തുമ്മലൊക്കെ വന്ന സമയമായപ്പോൾ നന്നായിട്ട് മൂത്ത് നിർത്താം. ഇളക്കി അങ്ങോട്ട് ജോയിൻ ചെയ്യാം. മാങ്ങ ഉപ്പും മുളകെല്ലാം തരിച്ച് അരച്ചാൽ നാളത്തേക്ക് ശരിക്കും പാടി. ഇന്ന് മുറിച്ച് വെച്ചാലല്ലേ, ഇന്ന് പെരക്കി ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചാൽ നാളത്തേക്ക് നല്ലോണം പാടി. ഇപ്പം പച്ചവാട്ടും പോലെയായി. ശരിക്കും ഇത് തലേ ദിവസേ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം പിടിപ്പിച്ച് വെക്കണം അല്ലേ. എന്നിട്ട് പിറ്റേ ദിവസം ഇട്ടിട്ട് അച്ചാറാക്കണം. അപ്പൊ അടിപൊളി. ഇതിപ്പോ നമുക്ക് സമയമില്ല, നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനമാണ്, പെട്ടെന്നെടുത്ത തീരുമാനങ്ങളാണ്. പെട്ടെന്നാവട്ടെ. മാങ്ങ ഏകദേശം പകുതി വാടിയിട്ടുണ്ട്, പകുതി മുക്കാലും വാടിയിട്ടുണ്ടല്ലേ. പാടിയിട്ടുണ്ട്, ഉറഞ്ഞു പോകും, അപ്പിച്ച് പോലെ ഇട്ടു. അത് തന്നെ. ഈ ഒരു പരുവത്തോട് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ കിട്ടണം കേട്ടാ, അതാണ് നല്ലത്. പോരെ ഇനി അച്ചാർ പൊടി കേട്ടാ, മംഗളേൻ്റെ പരസ്യം. പിക്കിൾ പൊടി, പിക്കിൾ പൗഡർ ഇട്ടിട്ടുണ്ട്. അച്ചാർ പൊടി ഞാൻ ഇട്ടെടുക്കലാണല്ലേ, വാട്ടില്ല. ഇല്ല, അച്ചാർ പൊടി വാട്ടണ്ട വാട്ടണ്ട എന്നാണ് അഭിപ്രായം. അഭിപ്രായ വ്യത്യാസമുള്ളവർ പറയണം കേട്ടോ. അഭിപ്രായ വ്യത്യാസം പലർക്കും പലതരമാണല്ലോ. പല തരത്തിലാണ്. അപ്പം എന്തായാലും എങ്ങനെയാണെങ്കിലും പറഞ്ഞോ, നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഉലുവയൊക്കെ ചേർക്കാം. ഞാൻ പിന്നെ ഇതില് നമ്മൾ പിന്നെ ഇത് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് അത് മാത്രമല്ല, ഇത് അച്ചാർ പൊടിയിൽ ഉലുവയും ഉണ്ടാവും. അച്ചാർ പൊടിയിൽ തന്നെ ഉലുവപ്പൊടി ഉണ്ടാവും അല്ലേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പോട്ടെ. സിർക്ക എവിടെ? സിർക്കനൊക്കെ പരതി എടുക്കേണ്ടി വരും. സിർക്ക എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നു? ഓക്കെ, സിർക്ക കിട്ടി. പിന്നെ അടുത്ത ലാസ്റ്റ് ഘട്ടം ഒഴിക്കുന്നു. സിർക്ക ഒഴിച്ചിട്ടാ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. വീട്ടിൽ ഉപയോഗിക്കാനാകുമ്പോൾ അധികം സിർക്കൊന്നും ഒഴിക്കണമെന്നില്ല കേട്ടോ. ഒരുപാട് സിർക്കൊന്നും വെച്ചിട്ട് മറ്റേ കത്തിയ ആളും നെഞ്ചൊക്കെ കത്തിയ ആളും വയറൊക്കെ ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതില് മുളക് കുറവാണ്, മുളക് പൊടി കുറവാണ്, ഉണ്ട് ഇല്ലാതില്ല, കുറവാണ്. നമുക്ക് പണി അത് വേണമെങ്കിൽ ഇത്തിരി ടപ്പരെ. അച്ചാർ പൊടി, ഉപ്പ് വേണം. നോക്കട്ടെ. മസാലയൊക്കെ ഉണ്ട് കേട്ടോ, മസാല ഉണ്ട്. അച്ചാറോടിൻ്റെ ആ ഒരു തോന്നപ്പം സൈഡിൽ ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോൾ ലേശം പഞ്ചസാര വേണം എന്ന് പറയുന്നത്. പഞ്ചസാര അല്ലെങ്കിൽ വെല്ലം വേണം ഉണ്ടല്ലേ? പഞ്ചസാര മതി അല്ലേ? ഈത്തപ്പഴം ചേർത്താൻ നല്ലതാണ്. ഈത്തപ്പഴം അതൊക്കെ അടിക്കണമെങ്കിൽ പണിയുണ്ട്. അത് പണിയുണ്ട്. ലേശം പഞ്ചസാര ഇടാം. പാത്രം അടുപ്പിച്ച് വെച്ചു. പഞ്ചസാര മധുരത്തിന് പുളി നല്ലൊരു ബാലൻസിങ് ആവും. പുളി അച്ചാർ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി സ്റ്റീം കുറച്ചാ, തീ കുറച്ചാ, തീ നിർത്തിയില്ലേ? ഇല്ല തീ നിർത്തിയില്ലേ? അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയി കേട്ടാ.
ഇനിയിപ്പോൾ അച്ചാറൊന്ന് ഇരുന്നൊക്കെ ഒന്നൊന്ന് സെറ്റാവാനുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഉപ്പും പുളിയൊക്കെ നോക്കുമല്ലോ. ഫൈനൽ. അച്ചാറിൻ്റെ ബഹളം കഴിഞ്ഞപ്പോൾ ഉണ്ടെന്നാ കൈ എന്താ ഇങ്ങനെയാണെന്ന് ആലോചിക്കുന്നത്. ഞാനിങ്ങനെ പൂവ് ഇങ്ങനെ പറിക്കാൻ വേണ്ടത് ഇങ്ങനെ അടർന്നടർന്ന് വരുന്ന കേട്ടോ കൈമേന്ന്. ഇതാ വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കിയതിൻ്റെ ആണോ എന്താണെന്നറിയില്ല, മാങ്ങേൻ്റെ ആണോ എന്താണെന്നറിയില്ല. കൈ നല്ല അന്തസ്സായിട്ട് ഇങ്ങനെ വരഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് കേട്ടോ. അയ്യോ. അങ്ങനെ അച്ചാർ കുറച്ച് സമയം എന്താ ഇരുന്ന് ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് ചൂടൊക്കെ നല്ലോണം ആറിയട്ടെ. ഇനി ഞാൻ നല്ലൊരു ബോട്ടിലേക്ക് മാറ്റാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴല്ല ഈ അച്ചാർ ഇങ്ങനെ അകത്തിരിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാട്ടോ വീട് മുഴുവനും. അപ്പോൾ നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഒരുപാട് സുർക്കയൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ട് കുറേ ചാറൊന്നും ആക്കിയിട്ടില്ല. ആവശ്യാനുസരണം ഒഴിക്കാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടാ. ഇനി ഞാനിതാ ഒന്നെടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നാലല്ലേ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് വായിലൊക്കെ ഇപ്പം നല്ലോണം വെള്ളം ഊറിയിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ. വാ, സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വെള്ളം ഊറിയിട്ടുണ്ട് കേട്ടോ വായിൽ. അപ്പോൾ എന്തായാലും ഇതാ ഉറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് അങ്ങോട്ട് ഇത്രയും തന്നെ എടുത്ത് അങ്ങോട്ട് വായിൽ വെക്കട്ടെ, എന്നാലേ നിങ്ങൾക്ക് നല്ല കൊതി വരുള്ളൂ. അപ്പോൾ ഇതാ അപ്പം നല്ല പുളിയൻ മാങ്ങയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ട്രൈ ചെയ്യുന്നവരിപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കുക. നല്ല മാവുമ്മലിപ്പോൾ നല്ല മാങ്ങയൊക്കെ ആയി കിടക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ഒട്ടും മടിക്കണ്ട. മാങ്ങ അച്ചാറിടാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയാം. മടിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് അച്ചാറിട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.